അങ്ങനെ സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് മോൾക്ക് ജൂൺ 8-ാം തീയതി സ്കൂൾ തുറന്നു കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് നമുക്ക് ഇഡലി സാമ്പാറുമാണ്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പും ഒക്കെ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ വേഗം ഇഡലിയുടെ മാവങ്ങ് കോരി ഒഴിക്കുവാണ്. ഇവിടെ ഇപ്പം നല്ല ചൂടായത് കാരണം മാവൊക്കെ അങ്ങ് പൊളിച്ച് പൊങ്ങി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡലി വേവിക്കാൻ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഉച്ചക്കലത്തേക്ക് ഒരു ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുവാണേ. അപ്പോൾ ക്യാരറ്റും സവോള ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ചോപ്പറിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ചോപ്പ് ചെയ്തെടുക്കുവേ. ചൂട് കാരണം മോളിപ്പോൾ സ്നാക്സ് ബ്രേക്കിലേക്ക് എന്തെങ്കിലും ജ്യൂസ് ആണ് കുടിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് മോൾക്ക് ഞാൻ വാട്ടർമെലൺ ജ്യൂസ് ആട്ടോ കൊടുത്തു വിടുന്നത്. അതിനായിട്ട് ചേട്ടൻ എനിക്ക് വാട്ടർമെലൺ എല്ലാം കട്ട് ചെയ്ത് മിക്സിയിലാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എളുപ്പമായിരുന്നേ. ആ സമയത്ത് ഞാൻ ഇഡലിയൊക്കെ അങ്ങ് വേഗം ഇളക്കി ഇട്ടു കേട്ടോ. അപ്പോഴത്തേക്ക് മോള് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറും കറികളും ഒക്കെ റെഡി ആയിരുന്നേ. ഞാനങ്ങനെ വേഗം പാക്ക് ചെയ്യാം കേട്ടോ. ഇത് മോളുടെ പുതിയ ടിഫിൻ ബോക്സ് ആണേ. ഇത്തവണ ഞാൻ സ്റ്റീലിൻ്റെ ആട്ടോ മേടിച്ചത്. അതിനകത്ത് ഇങ്ങനെ കറിയൊക്കെ വെക്കേണ്ട ഒരു ട്രേ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തേതും സ്റ്റീലിൻ്റെ തന്നെ ആയിരുന്നു, പക്ഷേ അതിൻ്റെ അടപ്പ് മാത്രമേ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം മൊത്തം അങ്ങ് സ്റ്റീലാക്കിയേ. രാവിലെ തന്നെ സാമ്പാർ വെച്ചതുകൊണ്ട് അത് തന്നെയാണ് കേട്ടോ ഉച്ചക്കലത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരുടെയും ലഞ്ച് ബോക്സ് ഒക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് പാക്ക് ചെയ്തേ. പിന്നെ മോക്കുള്ള ജ്യൂസ് ഇതാ ഇങ്ങനെ അരിച്ചിട്ടാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ തരിതരിപ്പുണ്ടെങ്കിൽ അവൾ കുടിക്കത്തില്ല കേട്ടോ. ഇത്തവണ മോൾക്ക് ടിഫിൻ ബോക്സ് മാത്രമല്ല വാട്ടർ ബോട്ടിലും മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് പക്ഷേ പ്ലാസ്റ്റിക്കാണ്, പക്ഷേ BPA ഫ്രീ ആണെന്നൊക്കെയാണ് കേട്ടോ അവർ എഴുതിയിരിക്കുന്നത്. ഞാൻ എന്തായാലും ചൂടുവെള്ളം അതിനകത്ത് എടുക്കാറില്ല. ഇത്തവണ നമ്മൾ ബാഗ് പുതിയത് മേടിച്ചില്ല, കാരണം കഴിഞ്ഞ വർഷം മേടിച്ചത് ജീനിയുടെ ബാഗാണ് കേട്ടോ. അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുമതെ. 2 വർഷം നമുക്കത് കണ്ണും പൂട്ടി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. മോളിപ്പോൾ വലുതായതുകൊണ്ട് തന്നെത്താനാണ് കേട്ടോ ഷൂസൊക്കെ പോളിഷ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.